സത്യം തേടിയുള്ള യാത്രകൾ ചിലപ്പോൾ മരണത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാകും. അത്തരത്തിൽ 2025 ലോകത്തുടനീളം സത്യം തേടിയിറങ്ങിയ 128 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് പുറത്തിറക്കിയ കണക്കുകളിലാണ് ഈ പുതിയ വിവരങ്ങളും വന്നത്. ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരിൽ 74 പേരും പശ്ചിമേഷ്യൻ മാധ്യമപ്രവർത്തകരാണ്. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിനിടയിലാണ് ഇതിലെ 44% മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടത്. കണക്കനുസരിച്ച് 2025 ആഫ്രിക്കയിൽ മാത്രം 18 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏഷ്യ പസഫിക്കിൽ 15 പേരും അമേരിക്കൻ മേഖലയിൽ 11 പേരും യൂറോപ്പിൽ 10 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 9 അപകട മരണങ്ങളും ഉൾപ്പെടുന്നു എന്നത് മറ്റൊരു വസ്തുത. ലോകത്ത് എല്ലായിടത്തും മാധ്യമപ്രവർത്തകർ ക്രൂരമായി കൊല്ലപ്പെടുന്നു എന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആഗോള സ്വതന്ത്ര മാധ്യമ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലും പറഞ്ഞത്. ആ റിപ്പോർട്ടിലെ 67 എന്ന കണക്കാണ് ഇപ്പോൾ 128 മാറിയത്. വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് ജനറൽ സെക്രട്ടറി ആന്റണി ബെലാംഗറിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇതൊരു ആഗോള പ്രതിസന്ധിയാണ്. ഒരു വർഷം 128 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നുവെന്നത് വെറും സ്ഥിതിവിവര കണക്കല്ല. ജോലി ചെയ്തതിന്റെ പേരിലാണ് ഇവരിൽ പലരും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അതൊരു ക്രൂരമായ ഓർമ്മപ്പെടുത്തലാണ്. മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം നിർണായക ഇടപെടൽ നടത്തണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. മാധ്യമപ്രവർത്തകർക്ക് എതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ ഭരണകൂടം നേരിടുന്ന പരാജയത്തിൽ അപലപിച്ചുകൊണ്ടായിരുന്നു ബെല്ലാംഗറിന്റെ ഈ പ്രതികരണം വന്നത്. ഇന്ത്യയിൽ 4 മരണങ്ങളാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബസ്തർ ജംഗ്ഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായിരുന്ന മുകേഷ് ചന്ദ്രകാറിന്റെ കൊലപാതകമാണ് കഴിഞ്ഞ വർഷം ആദ്യമായി രേഖപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ റോഡ് നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചതിനെ തുടർന്നാണ് ചന്ദ്രകാർ അന്ന് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ കരിനിഴൽ വീണ ഒരു സംഭവമായിരുന്നു അത്. ബസ്തർ മേഖലയിലെ ഗംഗലൂർ മുതൽ ഹിരോളി വരെയുള്ള 120 കോടിയുടെ റോഡ് നിർമ്മാണ പദ്ധതിയിലെ അഴിമതിയാണ് മുകേഷ് പുറത്തു കൊണ്ടുവന്നത്. പ്രാരംഭ ടെൻഡർ 50 കോടി രൂപയായിരുന്ന പദ്ധതി പിന്നീട് 120 കോടി രൂപയായി മാറുകയായിരുന്നു. 70 കോടി കൂടുതൽ വന്ന പദ്ധതിയിൽ ആദ്യത്തേതിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിരുന്നതുമില്ല. തുടർന്ന് ഈ വാർത്ത വലിയ ചർച്ചയാവുകയും ബസ്തർ മേഖലയിലെ കോൺട്രാക്ടർ ലോബിയെക്കുറിച്ച് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുകേഷ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മുഖ്യപ്രതിയായ കോൺട്രാക്ടർ സുരേഷ് ചന്ദ്രാകറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്ന് അറസ്റ്റും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് സംഘടന പുറത്തുവിട്ട 180 രാജ്യങ്ങളുടെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നേപ്പാളിനും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും പിന്നിലായി 151 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. നേപ്പാൾ 90, ശ്രീലങ്ക 139, ബംഗ്ലാദേശ് 149, പാകിസ്ഥാൻ 158 സ്ഥാനത്തുമായിരുന്നു ഈ കണക്ക് സൂചിപ്പിച്ചത്. 1992 മുതൽ 2015 വരെ 40-ലധികം പത്രപ്രവർത്തകരാണ് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടതെന്ന കണക്കുകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതിൽ 27 പേരുടെയും കൊലപാതകം അവരുടെ എഴുത്തും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് പ്രധാന വസ്തുത. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കിയ കണക്കുകളിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തിന് പുറമെ ജയിലിലടയ്ക്കപ്പെട്ടവരുടെ എണ്ണവും പുറത്തുവിട്ടിട്ടുണ്ട്. ലോകത്തുടനീളം 533 മാധ്യമപ്രവർത്തകരാണ് അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ഏഷ്യ പസഫിക് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ ജയിൽവാസം അനുഭവിക്കുന്നതും. തടവിൽ കഴിയുന്ന 277 പേരിൽ 143 പേർ ചൈനയിലും 49 പേർ മ്യാൻമറിലുമാണ്. സംഘടന പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഓരോ വർഷവും ശരാശരി 91 കൊലപാതകങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. 1990 മുതലുള്ള റിപ്പോർട്ട് അനുസരിച്ച് 3170-ലധികം മാധ്യമ പ്രവർത്തകരാണ് ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ. കഴിഞ്ഞ വർഷം പ്രധാന യുദ്ധമേഖലയായിരുന്ന ഗാസയിലും യുക്രൈനിലും മാത്രമല്ല ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അത്യധികം അപകടകരമായ യുദ്ധമേഖലയായി മാറിയ മറ്റൊരിടം സുഡാനാണ് എന്ന കണക്കുകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ 2025 മാധ്യമപ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ മെക്സിക്കോയിൽ ഭയപ്പെടുത്തുന്ന വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. 9 പേരാണ് കഴിഞ്ഞ വർഷം ഇവിടെ കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകർക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 2ാമത്തെ രാജ്യമാണ് ഇപ്പോൾ മെക്സിക്കോ. ലാറ്റിൻ അമേരിക്ക കൂടുതൽ മെക്സിക്കൻ രീതിയിലേക്ക് മാറിയതോടെ ഈ പ്രവണത പടരുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
ലോകത്ത് കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകരിൽ 24% പേരും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവരുമാണ്. ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിലുടനീളം പലസ്തീൻ മാധ്യമപ്രവർത്തകരുടെ 706 കുടുംബാംഗങ്ങളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. പലസ്തീൻ റിപ്പോർട്ടിങ്ങിനെ നിശബ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ, ഗാസയിൽ എന്ത് നടക്കുന്നു എന്ന് പുറം ലോകം അറിയാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ഇത്രയും ക്രൂരമായ കാര്യം ചെയ്തതെന്നായിരുന്നു പ്രധാന ആരോപണം. സായുധ പോരാട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത അന്താരാഷ്ട്ര സംഘടനകളുടെ പരാജയം, സർക്കാരുകളുടെ കഴിവുകേട് എന്നിവയുടെ ഫലമാണ് ഇതിന് പിന്നിലെന്നാണ് പൊതുവായുള്ള വിമർശനവും. ചരിത്രത്തിന്റെ പ്രധാന സാക്ഷികളാണ് മാധ്യമപ്രവർത്തകർ. അതിനാൽ അവരുടെ നിലനിൽപ്പ് ഈ ലോകത്ത് അനിവാര്യം തന്നെയാണ്. ദുരന്തമുഖങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ ബാക്കിയാകുന്നത്.